24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. 10ാം പരീക്ഷണ വിക്ഷേപണത്തിന് തയ്യാറെടുക്കവെയാണ് പൊട്ടിത്തെറിച്ചത്. സ്പേസ് എക്സിന്റെ ബഹിരാകാശ ഗവേഷണ പരീക്ഷണാസ്ഥാനമായ സ്റ്റാർബേസിലാണ് അപകടം. വൻ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അത് കാണാം. പ്രജിൻ സി കണ്ണൻ വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രജിൻ, വിവരങ്ങൾ എന്താണ്? പ്രജിൻ, റീത്ത്, ഒരുപക്ഷെ ഇത് സ്പേസ് എക്സിന് ഏറ്റ ഒരു വലിയ തിരിച്ചടിയാണെന്ന് പറയാം. കാരണം സ്പേസ് എക്സിന്റെ ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പറയുന്ന സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന റോക്കറ്റ്. അതൊരു സൂപ്പർ ഹെവി വെയിറ്റ് ഹെവി ലിഫ്റ്റ് റോക്കറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഭൂമിയിൽ ഇതിനോടകം തന്നെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം ബഹിരാകാശത്തെ വഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും കരുത്തുള്ള ഒരു റോക്കറ്റാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന റോക്കറ്റ്. അതാണിപ്പോൾ ഒരു പരീക്ഷണ വിക്ഷേപണത്തിന് ഇടെ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിക്കുന്നത്. ഇതിന് മുൻപ് 4 തവണ പൊട്ടിത്തെറിച്ചിരുന്നു. ഇപ്പോൾ 10ാം പരീക്ഷണ സമയത്താണ് ഇതിന്റെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഒരു വലിയ സ്ഫോടനം തന്നെ അവിടെ ഉണ്ടാവുകയായിരുന്നു. ടെക്സസിലാണ് ഈ സ്പേസ് എക്സിന്റെ ഈ പറയുന്ന അല്ലെങ്കിൽ സ്റ്റാർഷിപ്പ് പോലുള്ള ഫാൽക്കൺ പോലുള്ള റോക്കറ്റുകളുടെ നിർമ്മാണവും അതിന്റെ പരീക്ഷണ പറക്കലും ഒക്കെ നടത്തുന്ന ആസ്ഥാനമുള്ളത്. സ്റ്റാർ ബേസ് എന്നാണ് ആ ആസ്ഥാനം അറിയപ്പെടുന്നത്. ഈ സ്റ്റാർ ബേസിന്റെ വിക്ഷേപണ തറയിൽ വെച്ച് തന്നെ, അതായത് പരീക്ഷണ പറക്കലിന് മുന്നോടിയായ ഒരു ഫയർ ടെസ്റ്റ് ഉണ്ട്. ആ ഫയർ ടെസ്റ്റ് നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മേജർ അനോമലി, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് സാങ്കേതികമായി എന്നാണ് സ്പേസ് എക്സ് ഇതിനോട് നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ അതെന്താണ് എന്ന് ക്ലിയർ ആയിട്ട് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അത് മാത്രവുമല്ല, അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഒരു ഏരിയയ്ക്ക് ചുറ്റും നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ വീടുകളും ഒക്കെ ഉണ്ട്, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്പേസ് എക്സ് കമ്പനി എന്നാണ് ഇപ്പോൾ അവരുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായി പഠിച്ചു വരികയാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആർക്കും, ശാസ്ത്രജ്ഞർക്കോ അല്ലെങ്കിൽ മറ്റ് ഗവേഷകർക്കോ ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടി കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്രമാത്രം ഹെവി വെയിറ്റ് വഹിക്കാനുള്ള ഒരു ശേഷിയുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾക്കെല്ലാം തന്നെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് ഈ പൊട്ടിത്തെറിക്ക് കാരണമായത് എന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുക, അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കുക, അവിടെ മനുഷ്യരെ സുരക്ഷിതമായി ഇറക്കുക, തിരികെ അവിടുന്ന് അവരെ ഭൂമിയിലേക്ക് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി ഉണ്ടാക്കുക എന്നൊക്കെയുള്ള സ്പേസ് എക്സിന്റെ വലിയ വിഭാവനത്തിലുള്ള പല പ്രോജക്റ്റുകളുമുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവിടത്തേക്കുള്ള വാഹനം, വിക്ഷേപണ വാഹനം എന്നുള്ളത്. അതിനാണ് ഈ സ്റ്റാർഷിപ്പ് എന്നുള്ള പേരിൽ അവർ വിഭാവനം ചെയ്തതും ഡിസൈൻ ചെയ്തതും. ഫാൽക്കൺ എന്ന് പറയുന്ന റോക്കറ്റ് നമുക്കറിയാം. ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 എന്ന മിഷൻ നടക്കാൻ പോകുന്നത്. നമ്മുടെ ശുഭാംശു ശുക്ല അടക്കമുള്ള 4 പേർ 22-ാം തീയതി അങ്ങോട്ടേക്ക് പോകുന്നു എന്ന ഒരു തീയതിയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ സ്പേസ് എക്സിന്റെ ഇത്തരം വിക്ഷേപണ വാഹനങ്ങളുടെ സുരക്ഷ അത് വലിയ ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. ഒരു പക്ഷേ ഈ തീയതി, ആക്സിയം 4 മിഷന്റെ തീയതി നീട്ടിവെച്ചേക്കും എന്ന ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്റ്റാർഷിപ്പിന്റെ ഈ പൊട്ടിത്തെറിയിലൂടെ സ്പേസ് എക്സിന് ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. അവരുടെ ചന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് ഏറ്റ തിരിച്ചടി എന്ന് തന്നെ പറയാം. റീജിത്ത്, ശരി. പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. അതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലമ്പൂർ വിധിയെഴുതി. കനത്ത മഴയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 74.35% പേർ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വീറും വാശിയും നിലമ്പൂരിലെ വോട്ടർമാർ ഏറ്റെടുത്തു എന്നാണ് മികച്ച പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികൾ കണക്കുകൂട്ടലിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പരിസമാപ്തി. ഇനി ജൂൺ 23 വരെ കാത്തിരിപ്പ്. വോട്ടെണ്ണുമ്പോൾ ആര് വാഴും ആര് വീഴും. പ്രചാരണത്തിൽ കണ്ട ആവേശം ബൂത്തുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൽ നിർണായകമായി. പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ നീണ്ട നിര. മഴയുണ്ടേ, ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് കുടുങ്ങി. പാർട്ടിക്കാരിയായിക്കട്ടെ, മുടക്കരുത് എന്നൊരു മോഹമുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്നു. വൈറ്റിട്ടല്ല തീരെ, 2 കാലിന് ഉറക്കിട്ടിട്ടാ പോരുന്നേ.
59 ബൂത്തുകൾ അധികം സജ്ജീകരിച്ചത് വോട്ടിംഗിന് വലിയ തോതിൽ ഗുണമായി. ഗുരുതരമായ യന്ത്രത്തകരാറുകൾ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. 4 ബൂത്തുകളിലെ സാങ്കേതിക തകരാറുകൾ വേഗത്തിൽ പരിഹരിച്ചു. വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന UDF പ്രവർത്തകരുടെ പരാതിയിൽ ചുങ്കത്തറ കുറുമ്പലങ്ങോട് 2 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറിയില്ലെന്നായിരുന്നു ഇടതുപക്ഷ വിശദീകരണം. മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ചർച്ച മുന്നണികളിൽ സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പെരുമഴ പോലെ നിറഞ്ഞു കനത്ത 25 ദിവസത്തെ പ്രചാരണം. സംസ്ഥാനത്തെ മന്ത്രിസഭയും പ്രതിപക്ഷവും അടക്കം ഒന്നടങ്കം രാഷ്ട്രീയ നേതാക്കൾ നിലമ്പൂരിൽ. ഒടുവിൽ ഇതാ മണ്ഡലം വിധി എഴുതിയിരിക്കുന്നു. ഇനി തിങ്കളാഴ്ചത്തെ വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പ്. ടീം 24 നിലമ്പൂർ. വോട്ടെടുപ്പ് അവസാനിച്ചതോടെ നിലമ്പൂരിൽ വിജയപ്രതീക്ഷ പങ്കുവച്ച് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് ശതമാനം ഉയർന്നത് നന്നായെന്നും വിജയമുറപ്പെന്നും LDF സ്ഥാനാർത്ഥി M സുരാജ് പറഞ്ഞു. വോട്ടുകൾ അരിച്ചുപെറുക്കി പെട്ടിയിലാക്കിയെന്നും ഇതിനകം വിജയം ഉറപ്പിച്ചുവെന്നുമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. പോളിംഗ് ശതമാനം കൂടിയത് തനിക്ക് അനുകൂലമാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പ്രതികരിച്ചു. ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാനായെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു. മികച്ച സ്വീകാര്യതയും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുടനീളം മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോഴും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മികച്ച വിജയം LDF നേടും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എല്ലാ LDF പ്രവർത്തകർക്കുമുള്ളത്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. എല്ലാ UDFന് ജീവിച്ചിരിക്കുന്ന വോട്ടുകൾ അരിച്ച് പെറുക്കി കൊടുത്തിരിക്കുക. അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്, ഒരു കാലത്തുമില്ലാത്ത പോലെ. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യും എന്ന് മാത്രമല്ല, ഒരു ചരിത്ര ഭൂരിപക്ഷം UDF ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ അടിവരയിട്ട് ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിന്റെ ധാരണ തിരുത്തുന്ന ഒരു പോളിംഗ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. തോൽവി എന്ന് പറയുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പില്ല. ജനങ്ങൾ തോൽക്കുകയാണ്. മലയോര മേഖലയിലെ അവഗസിതം ഞങ്ങൾ ചർച്ച ചെയ്തു, വികസനമില്ലായ്മ ഞങ്ങൾ ചർച്ച ചെയ്തു, വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും അതിനൊക്കെ അനുകൂലമായി ഒരു വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബം നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഹൈസ്കൂളിലെ ബൂത്തിലെത്തിയാണ് ഭാര്യ സ്മിതയും മകൾ നന്ദനയും വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരും പ്രതികരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശ് തോൽക്കാൻ കാരണം ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെന്ന ആരോപണം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന തലക്കെട്ടിൽ മകൾ നന്ദന ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. കുടുംബത്തിന് ആര്യാടൻ ഷൗക്കത്തിനോട് എതിർപ്പുണ്ടെന്ന തരത്തിൽ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചു. 25 ദിവസം നീണ്ട പ്രചാരണത്തിൽ ഒരിക്കൽ പോലും ഷൗക്കത്ത് കുടുംബത്തെ കണ്ടില്ല. പ്രതികരണങ്ങളിൽ നിന്ന് ഇന്നും ആര്യാടൻ ഷൗക്കത്ത് ഒഴിഞ്ഞുമാറി. LDF പലതും പറഞ്ഞു, അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി LDF പല കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും ഇവിടെ ചെലവായിട്ടില്ല, ഒന്നും ചെലവാകുന്ന പ്രശ്നവുമില്ല. ഇത് UDF ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ നിശബ്ദ പ്രചാരണ ദിവസം LDF സ്ഥാനാർത്ഥി M സുരാജ് VV പ്രകാശിന്റെ ഭാര്യയെയും മക്കളെയും സന്ദർശിച്ചു. ഇതോടെ കുടുംബം LDFനോട് ചേർന്നു നിൽക്കുമോ എന്നതും ചർച്ചയായി. ഇന്നും നന്ദന ഫേസ്ബുക്കിൽ അച്ഛന്റെ ഓർമ്മകൾ പ്രതിപാദിച്ചുള്ള വൈകാരിക പോസ്റ്റിട്ടു. ഇതിന് പിന്നാലെ കുടുംബം കണ്ണൂരിലേക്ക് മടങ്ങിയതോടെ വോട്ട് ചെയ്യാൻ എത്തില്ലെന്ന വാർത്ത പരന്നു. LDF ഇത് ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി തയ്യാറായില്ല. ഇതിനിടയിലാണ് 4 മണിയോടുകൂടി VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് വീട് സന്ദർശിക്കാത്തതിൽ ആരോടും പരാതിയില്ലെന്ന് പ്രതികരണം. വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. നിലപാടിലൊരു മാറ്റമില്ല. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയാണ് VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തിയത്. പ്രതിഷേധമല്ല, മറിച്ച് ധൈര്യത്തിന് നിറമാണെന്നാണ് പ്രതികരണം. ഭിന്നതയുണ്ടെന്ന പ്രചരണം അവസാനിപ്പിച്ച് UDFന്റെ മുഖം കൂടി രക്ഷിച്ചിരിക്കുകയാണ് ഇവർ.
വോട്ടെടുപ്പ് ദിനത്തിലെ കൗതുക കാഴ്ചയാണ് എതിർ സ്ഥാനാർത്ഥികളുടെ കണ്ടുമുട്ടൽ. എതിരാളികൾ മുഖാമുഖമെത്തിയാൽ എന്തൊക്കെ സംഭവിക്കും? നിലമ്പൂരിൽ ഇന്ന് സ്ഥാനാർത്ഥികൾ കൂട്ടിമുട്ടിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്കാണ് ഇനി. പരസ്പരം കടന്നാക്രമിച്ചുള്ള പ്രചാരണ നാളുകൾ, പിന്നെ എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സൗഹൃദം പങ്കുവെക്കുമോ? വീട്ടിക്കുത്തി ബൂത്തിലെ ആ ദൃശ്യങ്ങളിലേക്ക്. വോട്ട് ചെയ്യാൻ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തും ബൂത്ത് സന്ദർശനത്തിന് LDF സ്ഥാനാർത്ഥി M സ്വരാജും ഒരേ സമയത്താണ് ഈ ബൂത്തിലെത്തിയത്. വീട്ടിക്കുത്തിയിൽ കണ്ടത് സൗഹൃദ കാഴ്ചയാണെങ്കിൽ ഇനി നിലമ്പൂർ മാനദേവൻ സ്കൂളിലെ ബൂത്തിലേക്കാണ്. അൻവറിനടുത്തേക്ക് ഷൗക്കത്തെത്തിയപ്പോൾ കൈകൊടുക്കൽ മാത്രം, ആലിംഗനവും കൂടുതൽ സംസാരവുമില്ല. അതേക്കുറിച്ച് ഇരുവരുടെയും പ്രതികരണം ഇങ്ങനെ. ഷൗക്കത്തിനെ കെട്ടിപ്പിടിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കെട്ടിപ്പിടുത്തത്തിന്റെ അർത്ഥം നിലമ്പൂരിലെ പുള്ളിയെ കെട്ടിപ്പിടിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ അതിന് ഇന്നുവരെ വിധേയനായിട്ടില്ല, നാളെയും വിധേയനാകാൻ നിൽക്കുന്നില്ല. അദ്ദേഹം കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടും എന്തെങ്കിലും ഒരു മറുപടി ഇതുവരെ എൻ്റെ അടുത്ത് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അങ്ങനെ ഒരു വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല ഇത്. ഇത് രണ്ട് നിലപാടുകൾ തമ്മിലുള്ളൊരു മത്സരമാണ്. അവിടെ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവുക, അതിന് മറുപടി പറയാ, അതിനൊന്നും ഞാനില്ല. പണ്ട് VV പ്രകാശിന്റെ കൈ തട്ടിമാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് PV അൻവറിന്റെ വിശദീകരണം. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ലല്ലോ, ദൃശ്യങ്ങളൊന്നും മായുന്നുമില്ല. സമീർ ബിൻ കരീം, 24, നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. തന്നെ മിസ് കോൾ അടിച്ചുപോലും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് ശശി തരൂർ തുറന്നടിച്ചു. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല എന്നായിരുന്നു തരൂരിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖ പുറത്തുവന്നു. നിലമ്പൂരിൽ വോട്ടെടുപ്പ് സമയം പകുതി പിന്നിട്ടപ്പോഴാണ് അതൃപ്തി പരസ്യമാക്കിയുള്ള ശശി തരൂരിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നുവെന്ന ധ്വനിയുള്ളതായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്തവിടെ അത്ര പോകാറുള്ളൂ. ജൂൺ 2-ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖപ്രകാരം 40 താരപ്രചാരകരിൽ തരൂരുമുണ്ട്. 8-മനായാണ് പേര് ചേർത്തിരിക്കുന്നത്. അതിനാൽ തരൂരിനെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന വാദം നിലനിൽക്കില്ല. അപ്പോഴും എന്തുകൊണ്ട് തരൂരിനെ ക്ഷണിച്ചില്ലെന്ന ചോദ്യം നിലനിൽക്കുന്നു. തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, K സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA-മാർക്കും MP-മാർക്കുമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രതികരണത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് കോൺഗ്രസിന് ആശ്വാസമായി. 24, തിരുവനന്തപുരം. RSS ബന്ധത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് CPIM വാക്പോര്. മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. രാജ്യസഭാംഗത്വം രാജിവെച്ച് BJPക്ക് സീറ്റ് ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ ആവശ്യമില്ല എന്നാണ് KC വേണുഗോപാലിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ തിരിച്ചടി. RSS ബന്ധത്തിന്റെ വിഷയത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട MV ഗോവിന്ദനെ വിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. CPIM ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി 1977 ജനതാ പിന്തുണയോടെ കൂത്തുപറമ്പിൽ മത്സരിച്ചു തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞത് ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമല്ല CPIM RSSുമായി സഹകരിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. KC വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നും റിയാസ് FB കുറിപ്പിൽ പറഞ്ഞു. 24, തിരുവനന്തപുരം.
രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി വീണ്ടും ഗവർണർ സർക്കാർ പോര്. ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ബഹിഷ്കരിച്ചു. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെയും ഓഫീസിനെയും അപമാനിച്ചെന്നും രാജ്ഭവൻ കുറ്റപ്പെടുത്തി. മുൻകൂട്ടി നിശ്ചയിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിന്റെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന ഉണ്ടായിരുന്നില്ല. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെത്തിയപ്പോൾ ഗവർണർ വിവാദ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ഇതോടെ മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്നും മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിലല്ലെന്നും വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടി. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുകയാണ്. രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാകുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. താൻ തനി ഒരു RSകാരനാണ് എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ RSകാരനാണെങ്കിൽ RSകാരനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഗവർണറായാൽ മാത്രമേ ഗവർണറാകാൻ എന്തൊക്കെ മാർഗം വേണം എന്നെ സംബന്ധിച്ചുള്ള ഭരണഘടനയെ പറയുന്നുണ്ട്. ആ നിലയിൽ ഗവർണറായാലേ അദ്ദേഹത്തിന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വിവാദത്തിൽ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച രാജ്ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും കുറ്റപ്പെടുത്തൽ. പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് ഗവർണറെ അറിയിച്ചില്ല. മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കം. ഭാരതാംബയുടെ ചിത്രം അറിയില്ലെന്നാണ് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. മന്ത്രിയുടെയും ഗവർണറുടെയും കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനായി എത്തിയ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു മന്ത്രിയുടെ പ്രവൃത്തി. ഇത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതാണ്. മന്ത്രിയുടെ പെരുമാറ്റത്തെ തികഞ്ഞ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും രാജ്ഭവൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. 24 തിരുവനന്തപുരം. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ മന്ത്രിമാരുടെ പ്രതിഷേധം. വിവാദം തുടരുന്നത് സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ഭരണഘടനാ സ്ഥാപനത്തിൽ ഇന്ത്യക്ക് എതിരല്ലാത്ത ഏത് ചിത്രവും വെക്കാം എന്നാണ് BJPയുടെ വാദം. ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. സർക്കാർ സ്വീകരിച്ച നിലപാട് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പുരസ്കാരദാന ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നതോടെ വീണ്ടും വിവാദം തലപൊക്കുകയാണ്. സർക്കാർ മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് വിവാദം ആവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. അന്ന് ഗവൺമെന്റ് പറയണ്ടേ, രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ ഹെഡ് താമസിക്കുന്ന സ്ഥലമാണ്, ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് ശക്തമായി സംസ്ഥാന ഗവൺമെന്റ് പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനിൽ. അത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കപ്പെടുന്നത്. എന്നാൽ ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവന് പിന്നിൽ അണിനിരക്കുകയാണ് BJP നേതൃത്വം. ഭാരത് മാത എന്നുള്ള സങ്കല്പത്തോടല്ല ഞങ്ങളുടെ എതിർപ്പ്. അങ്ങനെയുള്ളൊരു ചിത്രം, ഒരു സ്ത്രീ രൂപം വരുന്നതിനല്ല എതിർപ്പ്. കാവിക്കൊടി പാടില്ല, കാവ്യ വസ്ത്രമാണ് അണിയേണ്ടത് എന്നാണെങ്കിൽ അങ്ങനെ കാവ്യ വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഭാരത് മാതയെ കൊണ്ടുവരട്ടെ. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭരണഘടനാനുസൃതമാകണമെന്ന് നിയമമന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിന്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്, നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടിനെതിരാണ്. അത് അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. ഭരണഘടനാപരമായി പദവിയിലിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ഗവർണർ തയ്യാറാകേണ്ടതുണ്ട്. രാജ്ഭവനെ RSS കാര്യാലയമാക്കണമെന്ന പിടിവാശിയിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഭരണഘടനയേക്കാൾ വലുതാണോ വിചാരധാരയെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. കാസർഗോഡ് വീരമലക്കുന്നിൽ വിള്ളൽ കണ്ടെത്തി. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ദേശീയപാത നിർമ്മാണം നടത്തുന്ന ഭാഗത്താണ് ഒന്നിലധികം വിള്ളലുകൾ കണ്ടെത്തിയത്. പ്രദേശത്തെ അപകട സാധ്യത സംബന്ധിച്ച് ഹോസ്ദുർഗ് തഹസിൽദാർ നാളെ റിപ്പോർട്ട് നൽകും. കല്ലും പാറയും കുറവുള്ള വലിയ കുന്നുകളിടിച്ച് ജില്ലയിലെ 5 ഇടങ്ങളിലാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ദേശീയപാത നിർമ്മാണം നടത്തുന്നത്. 3-ാം റീച്ചിലുള്ള ദീനേശ്വരം മുതൽ കാലിക്കടവ് വരെയുള്ള ദേശീയപാതയിലാണ് വീരമലക്കുന്ന്. 2-ാം റീച്ചിലുള്ള ബേവിഞ്ചയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ്
ചെറുവത്തൂർ, വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിൽ ഡ്രോൺ പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. വീരമലക്കുന്നിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ഒന്നിലധികം വിള്ളലുകൾ കണ്ടെത്തി. നീളത്തിലും കുത്തനെയുമാണ് വിള്ളലുകൾ. അപകട മേഖലയായ വീരമലക്കുന്ന് പരിസരത്ത് കനത്ത മഴ പെയ്താൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വീരമലക്കുന്നിന് താഴെ താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമോ എന്ന കാര്യം ജില്ലാ ഭരണകൂടം പരിശോധിക്കും. അപകട സാധ്യത സംബന്ധിച്ച് ഹോസ്ദുർഗ് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. 24 കാസർഗോഡ്. ചലച്ചിത്ര പ്രവർത്തകൻ നിഖിൽ രഞ്ജി പണിക്കരുടെ ലെറ്റ് ഇറ്റ് ബി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. രചയിതാവിന്റെ പിതാവും ചലച്ചിത്ര താരവുമായ രഞ്ജി പണിക്കർ പ്രകാശനം നിർവഹിച്ച ചടങ്ങിൽ സംവിധായകൻ ഷാജി കൈലാസ് മുഖ്യാതിഥിയായി. വായനാ ദിനത്തിൽ 5 പുസ്തകങ്ങൾ അവതരിപ്പിച്ച് മാൻകൈൻഡ് ലിറ്ററേച്ചർ. നിഖിൽ രഞ്ജി പണിക്കരുടെ ലെറ്റ് ഇറ്റ് ബി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം രഞ്ജി പണിക്കർ നിർവഹിച്ചു. മേഘ ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. സംവിധായകരായ ഷാജി കൈലാസ്, നിതിൻ രഞ്ജി പണിക്കർ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അരവിന്ദ് വി, ചലച്ചിത്ര താരം ആനി, സി സിന്ധു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവർക്കും എല്ലാവരുടെയും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കപ്പെടട്ടെ, എല്ലാവർക്കും നല്ല അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അഖിലേഷ് പരമേശ്വർ രചിച്ച 18ാം പട്ട, വിജയ് രചിച്ച മിഷൻ മായങ്ക്, ഹൃത്തിക് പനക്കലിന്റെ നന്ദനമൃത്യു, ധനീഷ് അനന്തന്റെ ചെന്നായ വേട്ട എന്നീ പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രകാശനം ചെയ്യപ്പെട്ട 5 പുസ്തകങ്ങൾ അച്ചടിക്കുവാനുള്ള സാഹസവും ആവേശവും ഉത്സാഹവും ഒക്കെ കൂട്ടിയാണ്. മാൻകൈൻഡ് സായൂജ് സദസ്സിന് കൃതജ്ഞത രേഖപ്പെടുത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക്, 24. റെഡ്മി പാഡ് 2വിന്റെ ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് കോഴിക്കോട് മൈജിയിൽ നടന്നു. മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, ഷവോമി സെയിൽസ് ഹെഡ് കുനാൽ അഗർവാൾ, മല്ലികാർജുന റാവു BV എന്നിവർ ചേർന്ന് ലോഞ്ചിംഗ് നടത്തി. മൈജി ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ അനീഷ് CR, സജു രത്നം, വികാസ് ഉബിൻ, രതീഷ് കുട്ടത്ത്, സുധീഷ് CS, സിജോ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. 24 റൗണ്ട് ഓഫ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.